ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സുനിതാസ് യൂണിക് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ കിഡിലൻ ടേസ്റ്റി ആയിട്ടുള്ള ഒരു 4 മണി പലഹാരമാണ് തയ്യാറാക്കി എടുക്കുന്നത്. നമ്മുടെ വീട്ടിലുള്ള വളരെ കുറച്ച് ചേരുവകൾ കൊണ്ട് നമുക്ക് ഈ പലഹാരം തയ്യാറാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. വൈകിട്ട് നല്ല ചൂട് ചായയുടെ കൂടെ കഴിക്കാൻ വളരെ എളുപ്പത്തിൽ നമുക്ക് ഈ പലഹാരം തയ്യാറാക്കി എടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ നല്ല ക്രിസ്പി ആയിട്ടുള്ള നല്ല രുചിയുള്ള ഈ 4 മണി പലഹാരം എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നതെന്ന് കണ്ടു നോക്കാം. സ്നാക്ക് തയ്യാറാക്കി എടുക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മളിവിടെ 2 ഉരുളൻകിഴങ്ങാണ് എടുത്തിട്ടുള്ളത്. ഈ ഉരുളൻകിഴങ്ങ് പ്രഷർ കുക്കറിൽ വേവിച്ചതിന് ശേഷം തൊലി കളഞ്ഞെടുത്തിട്ടുള്ളതാണ് കേട്ടോ. ഇനി നമുക്ക് ആദ്യം തന്നെ ഈ ഉരുളൻകിഴങ്ങ് നല്ലതുപോലെ ഒന്ന് ഉടച്ചെടുക്കണം. ഇതുപോലൊരു മാഷർ ഉപയോഗിച്ചിട്ടോ അല്ലെങ്കിൽ ഫോർക്കോ കൈയോ ഉപയോഗിച്ചിട്ട് ഒട്ടും തന്നെ കട്ടയില്ലാതെ ഉടച്ചെടുക്കണം. ഇതിപ്പോൾ ഇവിടെ ഒട്ടും തന്നെ കട്ടയില്ലാതെ നല്ലതുപോലെ ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനോടൊപ്പം ചെറുതായിട്ട് അരിഞ്ഞെടുത്ത സവാള ചേർത്ത് കൊടുക്കണം. നമ്മളിവിടെ ഒരു ചെറിയ സവാളയാണ് എടുത്തിട്ടുള്ളത്. ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞെടുത്ത അല്പം കറിവേപ്പില ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മുടെ എരിവിന് ആവശ്യത്തിന് വേണ്ട ചെറുതായിട്ട് അരിഞ്ഞെടുത്ത പച്ചമുളക് ചേർത്ത് കൊടുക്കാം. നമ്മളിവിടെ 2 പച്ചമുളകാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത് 2 ടേബിൾ സ്പൂൺ അരിപ്പൊടിയാണ്. അപ്പത്തിനും ഇടിയപ്പത്തിനൊക്കെ ഉപയോഗിക്കുന്ന വറുത്ത അരിപ്പൊടി ഉണ്ടല്ലോ, അതാണ് എടുത്തിട്ടുള്ളത്. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മുടെ എരിവിന് ആവശ്യത്തിന് വേണ്ട മുളക് പൊടിയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. 1/2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറാണ് നമ്മളിവിടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതെല്ലാം കൂടി കൈകൊണ്ട് തന്നെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഉരുളൻകിഴങ്ങ് വേവിച്ച ടൈമിൽ ഉപ്പ് ചേർത്തിട്ടില്ലായിരുന്നു. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് വേണ്ട ഉപ്പ് ചേർത്ത് കൊടുക്കണം. ഉപ്പ് ചേർത്തതിന് ശേഷം നമുക്കിതെല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുക്കണം. ഒട്ടും തന്നെ വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല. വെള്ളം ചേർക്കാതെ തന്നെ നമുക്കിത് നല്ലതുപോലെ കുഴച്ചെടുക്കുവാൻ കഴിയും. നമ്മൾ ചപ്പാത്തിക്കൊക്കെ മാവ് കുഴച്ചെടുക്കില്ലേ, അതുപോലെ കുഴച്ചെടുക്കണം. ഇതിപ്പോൾ ഇവിടെ നല്ല സോഫ്റ്റ് ആയിട്ട് നല്ലതുപോലെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇത് കുഴച്ചെടുക്കുന്ന ടൈമിൽ അല്പം ലൂസായിട്ട് തോന്നുകയാണെങ്കിൽ അല്പം അരിപ്പൊടി ചേർത്ത് കൊടുത്താൽ മതി. ഇനി കയ്യിൽ ഓയിൽ പുരട്ടിയതിന് ശേഷം ഇതിൽ നിന്ന് അല്പം എടുത്ത് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ റോൾ ചെയ്തെടുക്കാവുന്നതാണ്. ഞാനിവിടെ സ്നാക്ക് ഈ ഒരു ഷേപ്പിലാണ് റെഡിയാക്കി എടുക്കുന്നത്. ഇത് നമുക്ക് ചെറിയ ചെറിയ ബോൾസിന്റെ ഷേപ്പിൽ റോൾ ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ. ഇതുപോലെ തന്നെ ബാക്കിയുള്ളതും നമുക്ക് എളുപ്പത്തിൽ റെഡിയാക്കി എടുക്കാം. ഞാൻ ഈ ഒരു ഷേപ്പിൽ ഇത് മുഴുവനും റോൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ സ്നാക്ക് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ വെളിച്ചെണ്ണയാണ് എടുത്തിട്ടുള്ളത്. ഓയിൽ നല്ലതുപോലെ ചൂടായതിനു ശേഷം ഗ്യാസ് ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റിയതിന് ശേഷം നമുക്കിത് ഓരോന്നും ഇതുപോലെ ഇട്ട് കൊടുക്കാം. ഇത് നമ്മൾ ഓയിലിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ ഉടനെ തന്നെ ഇളക്കി കൊടുക്കരുത് കേട്ടോ. 1 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്കിത് ഇളക്കി കൊടുക്കാം, അല്ലെങ്കിൽ പൊടിഞ്ഞു പോകും. 1 മിനിറ്റിന് ശേഷം നമുക്ക് ഇതുപോലെ തിരിച്ചു മറിച്ച് ഇട്ട് കൊടുത്ത് ഫ്രൈ ചെയ്തെടുക്കാം. ഗ്യാസ് ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കണം. നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നത് വരെ നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കണം. ഗ്യാസ് ഫ്ലെയിം കൂട്ടി വെക്കരുത്. പുറം ഭാഗം പെട്ടെന്ന് തന്നെ ഡാർക്ക് ആവുകയും ചെയ്യും, ഉൾഭാഗം കുക്കായിട്ട് കിട്ടുകയുമില്ല. ഇപ്പോൾ നമ്മുടെ സ്നാക്ക് റെഡിയായി വന്നിട്ടുണ്ട്. ഈ ഒരു കളർ ചേഞ്ച് ആവുമ്പോഴേക്കും നമുക്ക് ഓയിലിൽ നിന്നും ഒരു ടിഷ്യൂ പേപ്പറിലേക്ക് കോരി മാറ്റാം. ബാക്കിയുള്ളതും നമുക്ക് ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കണം. ഉരുളൻകിഴങ്ങ് വേവിച്ചിട്ട് ചേർത്തിട്ടുള്ളത് കൊണ്ട് തന്നെ അധികം സമയം നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല. വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് ഈ സ്നാക്ക് ഫ്രൈ ആയിട്ട് കിട്ടും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. സ്നാക്ക് മുഴുവനും ഞാനിവിടെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല രുചിയുള്ള നല്ല ക്രിസ്പി ആയിട്ടുള്ള ഈ ഒരു പലഹാരം തയ്യാറാക്കി കഴിയുമ്പോൾ ഉടനെ തന്നെ കഴിക്കാനാണ് കേട്ടോ കൂടുതൽ ടേസ്റ്റ്. ഒരു 10 മിനിറ്റ് കൊണ്ടൊക്കെ നമുക്ക് ഈ സ്നാക്ക് തയ്യാറാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഈ ഒരു പലഹാരം എല്ലാവരും തയ്യാറാക്കി നോക്കണം. വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. താങ്ക് യു. ബൈ.